പതിറ്റാണ്ടിനു ശേഷം ഗുരുനാഥയെ കാണാൻ ആഫ്രിക്കയിലെ ശിഷ്യൻ അമ്പലപ്പാറയിലെത്തി. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ റിലീസ് ചെയ്ത ശേഷം കേരളത്തിലെ കലാലയങ്ങളിൽ അനസ്യൂതം തുടർന്നു വരുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഇതാ ആഫ്രിക്കയിൽ നിന്ന് ഒരു ശിഷ്യൻ അമ്പലപ്പാറയിലെത്തി ഗുരുനാഥയെ കണ്ട് അനുഗ്രഹീതനായിരിക്കുന്നു. ആഫ്രിക്കയിലെ ബോത്സ്വാനയിൽ 6 വർഷം അധ്യാപികയായി പ്രവർത്തിച്ച കുന്നത്തൂർ പടിഞ്ഞാറേടത്ത് മനയിലെ KP സാവിത്രി ടീച്ചറെ കാണാൻ വേണ്ടി മാത്രമാണ് ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഖബാക്കോ ഫ്രാൻസിസ്കോ അമ്പലപ്പാറയിൽ എത്തിയത്. പ്രമുഖ കവയത്രി KP ശൈലജ ടീച്ചറുടെ സഹോദരിയാണ് സാവിത്രി ടീച്ചർ. കോഴിക്കോട് അധ്യാപിക ആയിരിക്കെയാണ് ആഫ്രിക്കയിലേക്ക് പറക്കാൻ ടീച്ചർക്ക് അവസരം ലഭിച്ചത്. അവിടെ 6 വർഷം സേവനം നടത്തി. അന്ന് ടീച്ചറുടെ ശിക്ഷണത്തിൽ പഠിച്ചിരുന്ന ദരിദ്ര വിദ്യാർത്ഥിയായ ഖബാക്കോയാണ് ഇന്ന് ശതകോടീശ്വരനായ ശിഷ്യനായി ടീച്ചറുടെ അനുഗ്രഹം തേടി കേരളത്തിൽ എത്തിയിരിക്കുന്നത്. ആഫ്രിക്കയിലെ ഒരു കമ്പനിയിൽ കെമിക്കൽ എഞ്ചിനീയറാണ് ഖബാക്കോ ഫ്രാൻസിസ്കോ. കൂടാതെ ബോത്സ്വാനയിലെ വലിയ ബിസിനസ്സുകാരനുമാണ് അദ്ദേഹം. ഖനികളിൽ സ്ഫോടനം നടത്തുന്നതിനുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുക, ക്യാറ്റിൽ ഫാമുകൾ പരിപാലിക്കുക എന്നിവ കൂടാതെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തുന്നുണ്ട്. പഠിക്കുന്ന കാലത്ത് പരമദരിദ്രനായിരുന്നു അദ്ദേഹം. സാവിത്രി ടീച്ചർ കാരണമാണ് ഇത്ര വലിയ നിലയിലെത്തിയത് എന്നാണ് ശിഷ്യൻ പറയുന്നത്. സാവിത്രി ടീച്ചർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലെ കണക്ക് ടീച്ചറായിരുന്നു. MSc BEd ആണ് അക്കാലത്ത് ബോത്സ്വാനയിലെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് കണക്ക് ടീച്ചർമാരെ ആവശ്യമുണ്ട് എന്ന പരസ്യം കണ്ടപ്പോൾ അപേക്ഷിച്ചു. ഡൽഹിയിലായിരുന്നു ഇൻ്റർവ്യൂ. സാവിത്രി ടീച്ചർക്ക് നിയമനം കിട്ടിയത് 1993 വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം 1999 തിരിച്ചു പോന്ന് കടമ്പൂർ സ്കൂളിൽ ജോയിൻ ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ പെരുവനത്തുള്ള കുന്നത്തൂർ പടിഞ്ഞാറേടത്ത് മനയിൽ ജനിച്ച കടമ്പൂർ മന കുടുംബാംഗമായ KP സാവിത്രി ടീച്ചർക്ക് ഇപ്പോൾ 77 വയസ്സുണ്ട്. തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത്. സാവിത്രി ടീച്ചർ കാരണമാണ് താൻ ഈ നിലയിലെത്തിയത് എന്നാണ് ശിഷ്യൻ പറയുന്നത്. എങ്കിലും ഇത്ര ദൂരെയുള്ള ടീച്ചറെ കാണാൻ ലക്ഷങ്ങൾ ചെലവാക്കി ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചാൽ വരുമെന്ന് തന്നെയാണ് ഖബാക്കോ ഫ്രാൻസിസ്കോ സാക്ഷ്യപ്പെടുത്തുന്നത്. സമയത്തിന് ലക്ഷങ്ങളുടെ വിലയുള്ള കോടീശ്വരനാണ്. എന്നിട്ടും ലക്ഷങ്ങൾ ചിലവിട്ട് ശിഷ്യൻ വന്നു. ഇതാണ് യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധമെന്ന് അയൽക്കാരും നാട്ടുകാരും പറയുന്നു. കഴിഞ്ഞ ജനുവരിയിൽ മകൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം ബോട്സ്വാനയിൽ താമസിക്കാൻ ശൈലജ ടീച്ചർ പോയിരുന്നു. അന്നേരമാണ് ചേച്ചിയുടെ ശിഷ്യനെ കണ്ടുമുട്ടിയത്. ഞാൻ മിസ്സിസ് സാവിത്രിയെ കാണാൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്ന് ശിഷ്യൻ പറഞ്ഞപ്പോൾ ശൈലജ ടീച്ചർ അത്ഭുതപ്പെട്ടു. 1 ലക്ഷത്തിലേറെ രൂപ വേണം ടിക്കറ്റിന്. വെറുതെ പറയുന്നതാവുമെന്നാണ് കരുതിയത്. അയാൾ തമാശ പറഞ്ഞതല്ലെന്ന് ബോധ്യമായപ്പോൾ എന്നാൽ ജൂലൈ 6 വന്നോളൂ, ഏടത്തിയുടെ പിറന്നാളാണ് എന്ന് ശൈലജ ടീച്ചർ അറിയിച്ചു. ഓക്കെ എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെയാണ് 3 പതിറ്റാണ്ടിനു ശേഷം ഗുരുശിഷ്യ സംഗമം നടന്നത്. വ്യക്തിബന്ധങ്ങൾ വാണിജ്യബന്ധങ്ങളായി മാറുന്ന ഇക്കാലത്ത് സമാനതകളില്ലാത്ത ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ നേർക്കാഴ്ചയാണിത് എന്ന് തറപ്പിച്ചു പറയാം.